കർണാടക സംഗീതം പഠിക്കുന്ന വിദ്യാർത്ഥികളെല്ലാവരും ആദ്യം പഠിച്ച അഭ്യാസഗാനങ്ങൾ, അതിൽ ആദ്യം സരളി വർഷ, പിന്നെ ജണ്ടവർഷ, മധ്യസ്ഥായി വർഷ, അലങ്കാരം, ഗീതം, സ്വരജതി, ജതിസ്വരം, ഇത്രയും പാഠങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. കർണാടക സംഗീതം പഠിക്കുന്ന ഈ രീതിനെ മായാമാളവ ഗൗള എന്നുള്ള രാഗത്തിലാണ് ആദ്യത്തെ വരിശകളും അലങ്കാരം വരെയുള്ള പാഠങ്ങളും. അതിന് ശേഷം ഓരോ രാഗത്തിലുള്ള ഓരോ ഗീതങ്ങളും. ഇതാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ബിലഹരി എന്നുള്ള രാഗത്തിൽ രാരവേണുഗോപബാല എന്ന് തുടങ്ങുന്ന ഒരു സ്വരജതിയും, ശങ്കരാഭരണം രാഗത്തിൽ ജതിസ്വരം ആണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഭ്യാസഗാനങ്ങളിൽ ഏറ്റവും അവസാനത്തതും അതിപ്രധാനമായിട്ടുള്ള ഒരു പാഠമാണ്. വർണ്ണങ്ങൾ എന്നാണ് ഇതിൻ്റെ പേര്. വർണ്ണങ്ങളുടെ പ്രാധാന്യം എത്ര ഉണ്ടെന്ന് ചിലത് പറയാനൊന്നും പറ്റില്ല. എത്ര വർണ്ണം പഠിക്കുന്നോ അത്രയും നന്നാവും നമ്മുടെ സംഗീതം. ഈ വർണ്ണങ്ങൾ എന്നുള്ളതാണ് കീർത്തനങ്ങൾക്ക് തൊട്ട് മുമ്പിൽ പഠിക്കുന്ന അഭ്യാസഗാനങ്ങളുടെ പാഠം. ഈ വർണ്ണങ്ങൾ നമ്മളിപ്പോൾ ഉള്ള അറിവിൽ ഒരു 400ഓളം ഉണ്ട്. ആദ്യകാലം മുതലേ ഉള്ള വർണ്ണങ്ങളുണ്ട്. ഈ അടുത്ത കാലത്തുള്ള വിദ്വാൻമാർ രചിച്ച വർണ്ണങ്ങളും ഉണ്ട്. നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ഇതുവരെ നമ്മൾ പഠിച്ചു വന്ന ആ ഒരു സമ്പ്രദായത്തിൽ പഠിക്കുന്ന ആദ്യത്തെ വർണ്ണം മോഹനരാഗം, ആദിതാളം. വർണ്ണങ്ങളുടെ മിക്ക സ്ഥലങ്ങളിലും ആദ്യം പഠിപ്പിക്കുന്ന വർണ്ണമാണ് ഈ മോഹനരാഗത്തിലുള്ള വർണ്ണം. ഈ പാഠങ്ങൾ തുടങ്ങുന്ന മുമ്പ് നമുക്ക് വർണ്ണങ്ങളെക്കുറിച്ച് കുറച്ചറിയാനുണ്ട്. വർണ്ണങ്ങളുടെ സ്ട്രക്ചർ, അതിൻ്റെ ഘടന എങ്ങനെയാണെന്ന് വെച്ചാൽ പല്ലവി, അനുപല്ലവി, ചരണം, ചരണസ്വരം, ഇങ്ങനെ 4 ഭാഗങ്ങളായിട്ടാണ് ഒരു വർണ്ണം ഉണ്ടാവുക. ഇതിലെ പല്ലവിയിൽ 2 താളവട്ടവും അനുപല്ലവിയിൽ 2 താളവട്ടവും ചിട്ടസ്വരം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിൽ 2 അല്ലെങ്കിൽ 4 താളവട്ടം, പിന്നെ ചരണത്തിൻ്റെ സാഹിത്യം 1 താളവട്ടം, പിന്നെ ചരണം കഴിഞ്ഞിട്ടുള്ള സ്വരങ്ങൾ, അതിനെ ചരണസ്വരങ്ങളെന്നും മുക്തായി സ്വരങ്ങളും എന്നും പറയും. ഈ സ്വരങ്ങൾ 3 or 4 ഉണ്ടാവും. ഇതാണ് വർണ്ണത്തിൻ്റെ സ്ട്രക്ചർ. പല്ലവി, അനുപല്ലവി, ചിട്ടസ്വരം, ചരണം, ചരണസ്വരം. ഈ വർണ്ണങ്ങൾ പഠിക്കുന്നത് വളരെ ശ്രദ്ധയോടു കൂടി വേണം. ഓരോ രാഗത്തിൻ്റെയും ശരിയായിട്ടുള്ള ഭാവം പ്രകടിപ്പിക്കുന്ന പ്രയോഗങ്ങൾ വരുന്നതാണ് ഈ വർണ്ണങ്ങളെല്ലാം. നമുക്ക് ഓരോ വർണ്ണം പഠിച്ചു വരുമ്പോൾ അതിന് കൂടുതൽ കാര്യങ്ങൾ പറയാം. വർണ്ണങ്ങൾ 3 തരം: താനവർണ്ണം, പദവർണ്ണം, ദരുവർണ്ണം. താനവർണ്ണം ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന പാഠങ്ങളുടെ പേര്. താനം എന്നുള്ളത് ഏതെങ്കിലും ഒരു സ്വരത്തിന് കേന്ദ്രമാക്കിയിട്ട് അതിൻ്റെ അപ്പുറത്തപ്പുറത്തുള്ള സ്വരങ്ങളുടെ പ്രയോഗങ്ങൾ, ഇതിനാണ് നമ്മൾ താനം എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു രാഗത്തിലുള്ള ഒരു ജീവസ്വരത്തിനെ പ്രധാനമാക്കിയിട്ട് അതിൻ്റെ അപ്പുറത്തിപ്പുറത്തുള്ള 2 or 3 സ്വരങ്ങൾ ചേർത്ത് പാടുന്ന രീതിയാണ് താനം പാടുക എന്നുള്ളത്. അപ്പോൾ ഈ താനം എങ്ങനെ പാടണം എന്നുള്ളത് ഈ താനവർണ്ണങ്ങളിൽ വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ആ പ്രയോഗങ്ങളും
രാഗഭാവം വരുന്ന പ്രയോഗങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് താനവർണ്ണങ്ങളാണ്. ഈ താനവർണ്ണങ്ങളിൽ ആദ്യം പഠിക്കുന്നത് മോഹനരാഗത്തിലുള്ള വർണ്ണമാണ്. ഈ വർണ്ണം എല്ലാം 2 കള ആദിതാളമാണ്. നമ്മൾ നേരത്തെ രാരവേണുഗോപബാല എന്നുള്ള സ്വരജിത്ത് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചതാണ് 2 കള ആദിതാളം. 2 കള ആദിതാളം എന്ന് വെച്ചാൽ സാധാരണ ആദിതാളം തന്നെ ഓരോ അംഗവും 2 പ്രാവശ്യം കാണിക്കണം. സാധാരണ ആദിതാളത്തിൽ 1, 2, 3, 4, 5, 6, 7, 8 ഇതാണ് സാധാരണ ആദിതാളം. 2 കള ആദിതാളം എന്ന് വെച്ചാൽ ഇത് തന്നെ ഓരോന്നും 2 പ്രാവശ്യം കാണിക്കണം. 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ ഒരു കള ആദിതാളത്തിൽ 8ഉം 4ഉം 4ഉം ആയിട്ട് ലഘുവും 2 ധൃതവും ആണുണ്ടെങ്കിൽ 2 കള ആദിതാളത്തിൽ അതിൻ്റെ ഇരട്ട അക്ഷരങ്ങളായിരിക്കും. അതായത് ലഘുവിലെ 16 അക്ഷരവും ഓരോ ധൃതത്തിലും 8 അക്ഷരവും. അപ്പോൾ 16ഉം 8ഉം 8ഉമാണ് 2 കള ആദിതാളത്തിൽ 1-ാം കാലത്തിൽ വരുന്നത്. ഇത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഈ വർണ്ണങ്ങൾ എന്നുള്ളൊരു പാഠം വളരെ ശ്രദ്ധയോടെ കൂടി ആലോചിച്ചിട്ടും ശരിയായിട്ടുള്ള രീതിയിൽ പാട്ടും വീണ വായിക്കുമ്പോൾ വീണയിലും നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഓരോ സ്റ്റേജിൽ അവതരിപ്പിക്കുക, ഏതെങ്കിലും ഒരു വേദിയിൽ നമ്മൾ വർണ്ണം വായിക്കുമ്പോൾ ഈ വർണ്ണം വായിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ പല്ലവി, അനുപല്ലവി, ചിട്ടസ്വരം എന്നുള്ള ഭാഗങ്ങൾ 2 കാലത്തിൽ വായിക്കും. 1-ാം കാലവും 2-ാം കാലവുമായിട്ട് വായിക്കും. പിന്നെ ചരണവും ചരണസ്വരങ്ങളും ഒരു മധ്യമകാലത്തിൽ വായിച്ചിട്ട് പോകും. കുറേയൊക്കെ സാധകം ചെയ്താൽ ചരണവും ചരണസ്വരങ്ങളും കൂടി മധ്യമകാലത്തിൽ പാടിയിട്ട് അതിൻ്റെ 2-ാം കാലമായിട്ടും പാടും. അങ്ങനെ ഒരു രീതിയുണ്ട്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ചും നമ്മുടെ താല്പര്യം അനുസരിച്ചിട്ടും ഈ വർണ്ണങ്ങൾ അതിമനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ കച്ചേരികളിലും ഈ വർണ്ണം ആദ്യം പാടുകയോ വായിക്കുകയോ ചെയ്താൽ അതൊരു നല്ലൊരു തുടക്കമായിരിക്കും. അതുകൊണ്ടാണ് ഒരുപാട് വലിയ വിദ്വാൻമാർ എല്ലാവരും കച്ചേരികൾ നടത്തുമ്പോൾ ആദ്യം ഏതെങ്കിലും ഒരു വർണ്ണം പാടാറുണ്ട്. അപ്പോൾ താനവർണ്ണങ്ങൾ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അഭ്യാസ ഗാനങ്ങളുടെ ഒരു പാഠം നമുക്കിന്ന് തുടങ്ങാം. ആദ്യം മോഹനരാഗത്തിലും ആദിതാളത്തിലുള്ള വർണ്ണമാണ് നിന്നു കോരി ഉണ്ണാര എന്ന് തുടങ്ങുന്ന വർണ്ണം. അഭ്യാസഗാനങ്ങളിലെ അവസാനത്തതും അതിപ്രധാനമായിട്ടുള്ള വർണ്ണങ്ങൾ എന്നുള്ള പാഠങ്ങളാണ് നമ്മളിപ്പോൾ തുടങ്ങാൻ പോകുന്നത്. ആദ്യം മോഹനരാഗത്തിലുള്ള വർണ്ണം ആദിതാളം. ഇതിൻ്റെ പല്ലവിയിൽ 2 താളവട്ടം നമ്മളിപ്പോൾ നോക്കാം. 2 കള ആദിതാളമാണ്. ഗ ഗ രി സ സ രി രി ഗ ഗ രി രി സ രി ഗ രി സ രി സ ദ സ രി ഗ പ ഗ രി സ രി. ഇതാണ് ആദ്യത്തെ താളവട്ടം. വർണ്ണം വായിക്കുമ്പോൾ സാഹിത്യത്തിൻ്റെ അക്ഷരങ്ങൾ കുറവായിരിക്കും, സ്വരത്തിൻ്റെ അക്ഷരങ്ങൾ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ 2 സ്വരം അല്ലെങ്കിൽ 3 സ്വരം ഒരു മീട്ടിൽ വായിക്കും. നിന്നു കോ റീ യു ഇങ്ങനെയാണ് സാഹിത്യം വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച്
എല്ലാ സ്വരവും മീട്ടാതെ സാഹിത്യം മാത്രം, അക്ഷരം മാത്രം വരുന്ന സ്വരങ്ങളും മീട്ടുക. എന്നാലും ചില സ്ഥലത്ത് അകാരം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ 1-2 മീറ്റ് എക്സ്ട്രാ കൊടുക്കും കേൾക്കാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണ് നമുക്കിപ്പോൾ പല്ലവിയിൽ ആദ്യത്തെ താളവട്ടം വായിച്ച് നോക്കാം. 2 കള ആദ്യ താളം, മോഹനരാഗം, വർണ്ണം. ഇത് ഒരു താളവട്ടമാണ്, ആദ്യത്തെ താളവട്ടം. മോഹനരാഗത്തിലുള്ള വർണ്ണത്തിൻ്റെ പല്ലവിയുടെ ആദ്യത്തെ താളവട്ടം. നിന്നു കോരി ഉന്നാര എന്നാണ് ഇതിൻ്റെ സാഹിത്യം. ഒന്നുകൂടി വായിക്കാം. നമ്മൾ ഗീതം പഠിച്ച സമയത്ത് മോഹനരാഗത്തിൻ്റെ ആരോഹണ അവരോഹണം വായിക്കുമ്പോൾ ഋഷഭവും ദൈവതവും ഈ 2 സ്വരം തള്ളി വായിക്കും. ബാക്കി 3 സ്വരം ഷഡ്ജം, ഗാന്ധാരം, പഞ്ചമം ഇത് തള്ളാതെ പ്ലെയിനായിട്ട് വായിക്കും. ഇതും കൂടി ഓർത്ത് വേണം ഈ വർണ്ണം വായിക്കുമ്പോൾ. എല്ലാ പ്രയോഗങ്ങളിലും രീയും ദായും തള്ളി വായിക്കണം. സ, ഗ, പ ഈ 3 സ്വരവും തള്ളാതെ വായിക്കണം. ഇതാണ് മോഹനരാഗത്തിൻ്റെ ആരോഹണ അവരോഹണം. ഗ ഗ രി സ സ രി രി ഗ ഗ രി രി സ രി ഗ രി സ രി സ ദ സ രി ഗ പ ഗ രി സ രി. ഒന്നുകൂടി. ഒന്നുകൂടി. പിന്നെ സ രി ഗ രി സ രി സ ദ സ രി ഗ പ ഗ രി സ രി. ഇത് രണ്ടാമത്തെ ധൃതം. ലഘുവിൽ 16 അക്ഷരം, ഓരോ ധൃതത്തിലും 8 അക്ഷരം. ഗ ഗ രി സ സ രി രി ഗ ഗ രി രി ഇതാണ് ലഘു. സ രി ഗ രി സ രി സ ദ ഇത് ആദ്യത്തെ ധൃതം. സ രി ഗ പ ഗ രി സ രി ഇത് രണ്ടാമത്തെ ധൃതം. ഒന്നുകൂടി വായിക്കാം.
ഒന്നുകൂടി. പല്ലവിയുടെ രണ്ടാമത്തെ താളവട്ടം. ഗ പ ഗ ഗ രി സ രി ഗ രി രി സ ദ സ രി ഗ രി ഗ പ ഗ പ ദ പ ദ സ ദ പ ഗ ദ പ ഗ രി. ഈ താളവട്ടത്തിൽ 3 സ്വരം ഒരു മീറ്റിൽ വെച്ചിട്ട് വായിക്കുന്നതാണ്. ഗ പ ഗ ഗ രി സ രി ഗ രി രി സ ദ സ രി ഗ രി ഗ പ ഗ പ ദ പ ദ സ ദ പ ഗ ദ പ ഗ രി. ഇങ്ങനെയാണ് 3 സ്വരം ഒരു മീറ്റിൽ വായിക്കുക. പിന്നെ ആദ്യത്തെ കമ്പിയിൽ സരിഗ റിഗ പ ഗ പ ദ പ ദ സ. പിന്നെ ദ പ ഗ. പിന്നെ ഈ ഗായിന്ന് ദാപ ഗരി. ദാപ എന്നുള്ളത് പാ തള്ളി വായിക്കുക. ഒന്നുകൂടി. നിഖില ലോകനായക എന്നാണ് ഇതിൻ്റെ സാഹിത്യം. നീ ഇങ്ങനെ 3 സ്വരത്തിന് ഒരു അക്ഷരമായിട്ട് പോകും. ഇതിൽ ആദ്യത്തെ ധൃതം താളമിടുന്ന സ്ഥലത്തിൽ മീട്ട് വരാത്ത ഗാന്ധാരമാണ്. സ രി ഗ രി ഗ പ. ഈ രി ഗ പ എന്നുള്ളത് നമ്മൾ ഒരു മീറ്റിൽ വായിക്കും. പക്ഷെ ആ ഗ വരുമ്പോൾ താളം മാത്രം കാണിക്കണം. ഗ പ ഗ ഗ രി സ രി ഗ രി രി സ ദ സ രി ഗ രി ഗ പ ഗ പ ദ പ ദ സ ദ പ ഗ ദ പ ഗ രി. നമ്മളിപ്പോൾ വായിക്കുന്നത് മധ്യമകാലത്തിലാണ്. ഈ കാലപ്രമാണം കുറച്ചാൽ 1-ാം കാലവും കുറച്ച് കൂട്ടിയാൽ 2-ാം കാലമായിട്ട് വരും. സാധാരണ നമ്മൾ മധ്യമകാലത്തിലാണ് ഇനിയുള്ള പാഠങ്ങളെല്ലാം പഠിക്കുന്നത്. ഇതിൻ്റെ 1-ാം കാലം 2-ാം കാലം നമ്മൾ തന്നെ തീരുമാനിച്ച് ആ കാലപ്രമാണം അനുസരിച്ച് വായിക്കുക.
ഇപ്പോൾ വായിച്ചത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ലേശം കുറച്ചാൽ, സ്പീഡ് കുറച്ചാൽ ഒന്നാം കാലമാവും. ഇത് ഒന്നാം കാലമായിട്ട് എടുക്കാം. നമ്മൾ നേരത്തെ വായിച്ച മധ്യമകാലത്തിനേക്കാളും കുറച്ചും കൂടി സ്പീഡ് കൂട്ടി വായിച്ചാൽ ഇതിൻ്റെ രണ്ടാം കാലമായിട്ട് വരും. നമ്മൾ ആദ്യം പഠിച്ച മധ്യമകാലം ഇതിനെ കുറച്ചും കൂടി സ്പീഡ് കൂട്ടി വായിച്ചാൽ അത് രണ്ടാം കാലമായിട്ട് വരും. ആദ്യം നമ്മൾ പഠിച്ച മധ്യമകാലം വായിക്കാം. 2 താളവട്ടം, പല്ലവിയുടെ 2 താളവട്ടം. നിന്നു കോരി ഉണ്ണാറ നിഖില ലോക നായക. ഇതാണ് നമ്മൾ മോഹനരാഗം വർണ്ണം പല്ലവിയിലെ 2 താളവട്ടം. ഇതിൻ്റെ ഒന്നാം കാലവും രണ്ടാം കാലവും നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വായിച്ചതിൻ്റെ കുറച്ച് കുറഞ്ഞായിട്ട് ഒന്നാം കാലവും കുറച്ച് കൂടുതലായിട്ട് രണ്ടാം കാലമായിട്ട് വരും. അത് താളമിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഗ ഗ രി സ സ രി രി ഗ ഗ രി രി. ഈ സ്പീഡിലാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇതിൻ്റെ സ്പീഡ് കുറച്ചാൽ ഒന്നാം കാലമാവും. പിന്നെ അതിൻ്റെ രണ്ടാം കാലമായിട്ട് വായിക്കാൻ പറ്റും. ഗ ഗ രി സ സ രി രി ഗ ഗ രി രി സ രി ഗ രി സ രി സ ദ സ രി ഗ പ ഗ രി സ രി. ഇത് ഒന്നാം കാലം. ഇതിൻ്റെ ഇരട്ടിയാണ് രണ്ടാം കാലം. ഗ ഗ രി സ സ രി രി ഗ ഗ രി രി സ രി ഗ രി സ രി സ ദ സ രി ഗ പ ഗ രി സ രി ഗ പ ഗ ഗ രി രി ഗ രി രി സ ദ സ രി ഗ രി ഗ പ ഗ പ ദ പ ദ സ ദ പ ഗ ദ പ ഗ രി. ഇങ്ങനെ നമ്മൾ പഠിച്ച കാലത്തിൻ്റെ മധ്യമകാലത്തിലാണ് പഠിക്കുന്നത്. മധ്യമകാലത്തിൻ്റെ കുറച്ചിട്ട് ഒന്നാം കാലവും കുറച്ച് കൂട്ടിയിട്ട് രണ്ടാം കാലമായിട്ട് താളമിട്ട് പറഞ്ഞ് ഒരു 10 പ്രാവശ്യം പറഞ്ഞ് ഉറപ്പിച്ചിട്ട് ആ കാലപ്രമാണം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വീണയിൽ വായിക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അനുപല്ലവി നോക്കാം. ഈ പല്ലവി 2 താളവട്ടവും നന്നായിട്ട് താളമിട്ട് പറഞ്ഞ് വീണയിൽ പ്രാക്ടീസ് ചെയ്ത്